ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഈവനിങ് എന്തായാലും ഈ മഴയത്ത് നല്ല കട്ടൻ ചായയോ അല്ലെങ്കിൽ പാൽ ചായയോ പിന്നെ നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന്. അപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ പഴയ ഓർമ്മകളാണ് കേട്ടോ. അരിമണി വറുത്തതും ചായയും. എനിക്ക് കൂടുതൽ ഇഷ്ടം പാൽ ചായയും അരിമണി വറുത്തതും അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാനായിട്ടാണ്. അരിമണി വറുക്കുമ്പോൾ എന്തെങ്കിലും അരിയുണ്ട മസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കഴുകി വെള്ളം വാർന്നിട്ട് നന്നായി വറുത്ത് പൊടിക്കണം. അപ്പോൾ വെള്ളമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി എടുത്തിട്ട് അതിൽ അരിയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കുമ്പോൾ മൊത്തം അരിമണികളും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, പെട്ടെന്നാവുകയും ചെയ്യും. ഒരുപാട് ക്വാണ്ടിറ്റി ഇടുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അരിമണികൾ തമ്മിൽ പൊട്ടണ സൗണ്ട് കേൾക്കാൻ നമുക്ക് ഈ ഒരു കളറിലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല കറക്റ്റ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കുമ്പോൾ അതിലൊന്നുകൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് പീനട്ടും ബദാമും കാഷ്യൂ നട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചു. ചൂടാറിയിട്ട് ഇത് ആദ്യം ഒന്ന് പൊടിച്ചെടുത്തു. അത് കഴിഞ്ഞ് അരിമണിയും പൊടിച്ചെടുത്തു. ഇത് അരിമണി ഞാൻ ഒരു ബാച്ച് പൊടിച്ചെടുക്കുമ്പോൾ ചെറിയൊരു തരിയുള്ള രീതിയിൽ പൊടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ നല്ല ഫൈൻ പൗഡറായിട്ടും പൊടിച്ചെടുത്തു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ശർക്കര നന്നായി ഉരുക്കിയെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ മധുരമൊക്കെ കുറച്ച് മുന്നിൽ നിൽക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് തന്നെ കുറച്ചധികം ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി എടുക്കാം. എൻ്റെ ഫേവറേറ്റ് ഒന്നാണ് കേട്ടോ ഈ അരിയുണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതിലാവുമ്പോൾ മേമയുടെ വീട്ടിലൊക്കെ ഈ പറങ്കിമാവ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പറങ്കിയണ്ടി ഒക്കെ പറക്കിയെടുത്തിട്ട് അവർ ഉണക്കിയിട്ട് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അരിയുണ്ടയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ പോയ പറങ്കിമാവും അതുപോലെ അതിൻ്റെ പറങ്കിമാങ്ങയൊന്നും കാണാനേ കിട്ടാറില്ല. ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ചെറുതിൽ ഞങ്ങൾ ആ പറങ്കിമാങ്ങ നല്ല നീളത്തിൽ അരിഞ്ഞ് ഉപ്പൊക്കെ തേച്ച് വെയിലത്ത് വെച്ചിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇപ്പോൾ അതൊക്കെ കിട്ടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ നൊസ്റ്റു പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ അരിയുണ്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആരും തന്നെ നമുക്ക് കല്ലുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവളങ്ങനെ മേടിച്ച് കഴിക്കാറില്ല. കുറേ എക്സ്പ്രഷനൊക്കെ ഇട്ട് തന്നു കേട്ടോ. എനിക്ക് എന്തായാലും സന്തോഷമായി. ഇനി നമുക്ക് ഇഷാനുവിന് കൊടുത്തു നോക്കാം. അവൻ സാധാരണ കഴിക്കാറില്ല. അവൻ കഴിക്കണമെങ്കിൽ കുറച്ച് മധുരം മുന്നിൽ വെക്കണം. അപ്പോൾ ഇന്ന് കുറച്ചധികം മധുരം ഇട്ടിട്ടുണ്ട്, ശർക്കര ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു നോക്കാം. അതിനുണ്ട്. അപ്പോൾ എൻ്റെ സന്തോഷത്തിന് ഒരെണ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അരിയുണ്ട സക്സസ് ആയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചായയിലേക്ക് കിടക്കാം. പറഞ്ഞ പോലെ തന്നെ പാൽ ചായ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് അരിമണികൾ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു, വീണ്ടും അരിമണികൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ചായയിൽ കുറച്ച് മധുരം മുന്നിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ കൂടുതൽ ഷുഗർ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കാം.